ഹലോ ഗൈസ്, ഇതെന്താണെന്ന് മനസ്സിലായോ? അതെ, മുളപ്പിച്ച റാഗിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അക്ഷ ബേബിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. എന്നിട്ട് ഞാൻ റാഗി എടുത്ത് നന്നായിട്ട് കഴുകി ആവർത്തിച്ച് വെള്ളം തെളിഞ്ഞു വരുന്നത് വരെ കഴുകിയെടുത്തു. അതിനുശേഷം തുണിയിലും കെട്ടിവെച്ചു. അതേപോലെ തന്നെ ഞാൻ അരിപ്പയിൽ, കണ്ടില്ലേ, ഈ ഒരു വലിപ്പത്തിലുള്ള അരിപ്പയിലും കുറച്ചിട്ടിട്ട് വെള്ളം തളിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു 2 ദിവസം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, തോർത്തിലുള്ളതും അതേപോലെ തന്നെ അരിപ്പയിലുള്ളതും നന്നായിട്ട് മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ തോർത്തിലുള്ളത് നോക്കി നല്ല റൂട്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഉറച്ചിട്ടാട്ടോ നിൽക്കുന്നത്. നമുക്കതിൽ നിന്ന് പറിച്ചെടുക്കുമ്പോൾ റൂട്ട് സെപ്പറേറ്റ് ആയിട്ട് ആ തോർത്തിൽ തന്നെ പറ്റി കിടക്കുന്ന രീതിയിലായിരുന്നു വളർന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റാഗിയുടെ ഗുണം നിങ്ങൾക്ക് അറിയാമല്ലേ. അപ്പോൾ അക്ഷ ബേബിക്ക് ആദ്യം ഞാൻ വിചാരിച്ചിരുന്നത് റാഗി കഴുകിയിട്ട് ഉണക്കി ആക്കാം എന്നൊക്കെയായിരുന്നു വിചാരിച്ചിരുന്നത്. പിന്നീടാണ് ഇങ്ങനൊരു ഐഡിയയിലേക്ക് മാറിയത്. അപ്പോൾ നോക്കിയേ, അരിപ്പയിലുള്ള റാഗിയിലെ ഈ റൂട്ടൊക്കെ താഴേക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് അരിപ്പയിൽ റാഗി ഇട്ടിട്ട് വെള്ളം കുടഞ്ഞിട്ട്, നമ്മൾ കഴുകിയെടുത്ത റാഗിയാണല്ലോ, അപ്പോൾ അതിന് നനവുണ്ടായിരിക്കും. ആ ഒരു നനവിലാണ് ഇതിന് മുളച്ച് വരുന്നത്. അപ്പോൾ ഒരു പാത്രത്തിൽ വെച്ചതിൻ്റെ അരിപ്പ ആ ഒരു ദിശയിലേക്കാണ് റൂട്ട് വന്നിട്ടുള്ളത്. പിന്നെ അതിന് ശേഷം ഞാൻ രണ്ടും പറിച്ചെടുത്തിട്ട് നന്നായിട്ട് കഴുകി വാർക്കാൻ വെച്ചു കേട്ടോ. വാർത്തിട്ട് ഇതേ ഇങ്ങനെ ഒരു മുറത്തിൽ വെള്ള തോർത്തിട്ടിട്ട്, വൃത്തിയുള്ള തോർത്തിട്ടിട്ട് എന്നിട്ട് ഉണക്കി. അതിനുശേഷം ഞാൻ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ പൊടിപ്പിക്കാമെന്ന് വിചാരിച്ചത്. കാരണം സാധാരണ ഇങ്ങനെ ചെയ്യുന്നവരുണ്ട്, അല്ലാതെ ഡയറക്റ്റായിട്ട് സൂര്യപ്രകാശത്തിൻ്റെ കീഴിൽ ഉണക്കിയതിന് ശേഷം പൊടിപ്പിച്ചെടുക്കുന്നവരുണ്ട്. അപ്പോൾ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നോക്കിയേ, നിങ്ങൾക്ക് റൂട്ടൊക്കെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ റാഗിയും നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു 2-3 ദിവസത്തെ വെയിൽ നന്നായിട്ട് ഞാൻ കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വറക്കുകയാണ് ചെയ്തത്. അപ്പോൾ അടി കട്ടിയുള്ളൊരു പാത്രം എടുക്കുന്നതായിരിക്കും നന്നാവുക. കുഴപ്പമൊന്നുമില്ല. ഇതിന് ശേഷം ഞാൻ അരി കൂടെ വറുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടും കൂടെ ഒന്നിലാകുമ്പോൾ കുറേ നേരം വറക്കുമ്പോൾ ചിലപ്പോൾ ചീനച്ചട്ടിയുടെ കടി കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ റാഗി നോക്കി അതിൻ്റെ റൂട്ടൊക്കെ കൂടിയിട്ട് ഇങ്ങനെ കമ്പൈൻ ചെയ്തിട്ട് ഇങ്ങനെ ഓരോ ഭാഗത്തായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നന്നായിട്ട് കുത്തി ഇളക്കി കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ കുത്തി ഇളക്കാം കേട്ടോ. ഇനിയിപ്പോൾ സൂര്യപ്രകാശം തട്ടിച്ചിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ ആ വേരിൻ്റെ ആ ഭാഗങ്ങളിലൊക്കെ ചിലപ്പോൾ ആ ഒരു കൂടിക്കിടക്കുന്ന ഭാഗത്തൊക്കെ ചിലപ്പോൾ വെയിൽ കൊണ്ടില്ലെങ്കിലും വെച്ചിട്ടാണ് ഞാൻ നന്നായിട്ട് കുത്തി ഇളക്കിയിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്തൊക്കെ നോക്കുന്നുണ്ട്, കടിച്ചൊക്കെ നോക്കുന്നുണ്ട് എന്താണ് ഇങ്ങനെയാണെന്നുള്ളതൊക്കെ അതിൻ്റെ ഒരു ബൈറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മുളപ്പിച്ച റാഗി നമ്മൾ സാലഡായിട്ടൊക്കെ പച്ചയ്ക്ക് കഴിക്കുന്നവരും ഉണ്ട്. അങ്ങനെ ഞാൻ കുറേ നേരം റാഗി കുത്തി ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ റാഗി വറുത്തെടുക്കുമ്പോൾ നമ്മുടെ റാഗിയുടെ ആ സീഡ് ഉണ്ടാവില്ല, അത് പെട്ടെന്ന് റോസ്റ്റ് ആവും. പക്ഷേ ആ റൂട്ട് പെട്ടെന്ന് അങ്ങ് നമുക്ക് റോസ്റ്റായി കിട്ടില്ല. അതിനുശേഷം ഞാൻ അതേ ചീനച്ചട്ടിയിൽ അരി വറക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ അരി വറക്കുക, ഡയറക്റ്റ് എടുത്തിട്ടുള്ള അരി എടുക്കുന്നു, നമ്മൾ ഡയറക്റ്റായിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യുക. എന്നാൽ പെട്ടെന്ന് മൊരിഞ്ഞ് കിട്ടും. പക്ഷേ ഞാൻ ഇവിടെ ചെയ്ത് മോൾക്കുള്ളതല്ലേ എന്ന് വിചാരിച്ചിട്ട് നന്നായിട്ട് അരി കഴുകിയതിന് ശേഷമാണ് ഇങ്ങനെ റോസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 10-15 കൂടുതൽ മിനിറ്റ് സമയം എടുത്തിട്ടുണ്ടായിരുന്നു അരി വറക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അരി നന്നായിട്ട് വറുത്ത് അതിൽ ആദ്യം തന്നെ നമ്മൾ വാട്ടർ കണ്ടൻറ്റ് പോകണമല്ലോ, അതിന് ശേഷമല്ലേ ഇതൊന്ന് വറുത്ത് കിട്ടുള്ളൂ. അപ്പോൾ സാധാരണ നമ്മൾ ഡയറക്റ്റ് വറക്കുമ്പോൾ അത് പെട്ടെന്ന് മൊരിഞ്ഞ് കിട്ടും. പക്ഷേ ഇതിപ്പോൾ ഞാൻ കഴുകിയത് കൊണ്ടൊക്കെ തന്നെ അത് വറുത്തെടുക്കാൻ കുറച്ചധികം സമയം എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചല്ല ഇങ്ങനെയൊന്നും ചെയ്യുന്നത്. അപ്പോൾ ഞാൻ യൂട്യൂബിൽ ജസ്റ്റ് വീഡിയോ നോക്കിയപ്പോൾ ഇങ്ങനെ കണ്ടു, റാഗി സ്പ്രൗട്ട് ചെയ്തിട്ടും പിന്നെ അതിൻ്റെ കൂടെ അരിയും കൂടെ പൊടിച്ച് ചേർത്തിട്ട് ഒരുമിച്ച് മിക്സ് ചെയ്ത് എടുക്കുന്നുള്ളത്. അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമ്മുടെ അരി കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ വറുത്ത് കിട്ടിയിട്ടുണ്ട്. നോക്കി എൻ്റെ ചീനച്ചട്ടി ചെറുതായിട്ട് അടിയിലൊന്ന് കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അത് ആലോചിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണല്ലോ ഓരോ കാര്യങ്ങൾ പഠിക്കാം. അങ്ങനെ വറുത്തെടുത്ത അരി മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ റാഗി നന്നായിട്ട് പൊടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, പൊടിച്ച് നന്നായിട്ട് നമ്മുടെ വീട്ടിലുള്ള ജാറിൽ തന്നെയാണ് പൊടിച്ച് വെച്ചിട്ടുള്ളത്. അതേപോലെ അരിയും നന്നായിട്ട് പൊടിച്ച് വെച്ചു. രണ്ടും കൂടി മിക്സ് ചെയ്ത് അരിച്ചെടുത്ത് ഇതേപോലെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ആക്കി വെച്ചു. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഫില്ലായിട്ട് കിടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മോൾക്ക് 2-3 ദിവസമൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷമുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ നോക്കിയേ, റാഗി നമ്മൾ സാധാ റാഗി എങ്ങനെയാണോ ഉണക്കി പൊടിപ്പിച്ചാൽ കിട്ടുക അതേപോലെ തന്നെയാണ് റാഗി കിട്ടിയിട്ടുണ്ടായിരുന്നത്. വലിയ ഒരു ചേഞ്ച് ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്കറിയാം, ഈ സ്പ്രൗട്ടഡ് റാഗി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കാൽഷ്യവും അതേപോലെ തന്നെ അയൺ കണ്ടൻറ്റ് അങ്ങനെയുള്ള ഒരുപാട് ന്യൂട്രിയൻസും ഒക്കെ കൂടുതലുള്ള ഒരു വിഭവമാണ്. അക്ഷ ബേബിക്ക് ഞാൻ റാഗി പൗഡർ കൂടാതെ കുന്നങ്കായ
ചെത്തി ഉണക്കി പൊടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതും ഇതേപോലെ തന്നെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. ആൾക്ക് ഇതേപോലെ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ അതും കൊടുക്കുന്നുണ്ട് കുറുക്കാക്കിയിട്ട്. അപ്പോൾ എല്ലാ ഫുഡും ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആൾ ചെറിയൊരു മടുപ്പ് കാണിക്കുന്നുണ്ടെങ്കിലും പിന്നീട് വലിയ കുഴപ്പമില്ലാതെ കഴിക്കുന്നുണ്ട്. പിന്നെ ഇത് രണ്ടിനും പുറമെ അമൃതം പൊടി കിട്ടുന്നുണ്ട്. നമ്മുടെ അംഗനവാടിയിൽ നിന്നൊക്കെ സാധാരണ കൊടുക്കുമല്ലോ കുട്ടികൾക്ക് 6 മാസം കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ, അതും കിട്ടുന്നുണ്ട്. അപ്പോൾ അതും ഇപ്പോൾ കുറച്ചായിട്ടുള്ളത് തുടങ്ങിയിട്ട് അമൃതം പൊടി കിട്ടാൻ, അങ്ങനെ അതും കുറുക്കാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വല്ലാതെ അങ്ങ് ടൈറ്റാക്കി ഉണ്ടാക്കാതെ കുറച്ച് ഞാൻ വെള്ളം ചേർക്കും കേട്ടോ. കാരണം വെള്ളം കൂടെ ശരീരത്തിൽ എത്തിക്കോട്ടെ എന്നുള്ള ധാരണയിലും പെട്ടെന്ന് ഇറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടും. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. കൂടുതൽ സജഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് പ്ലീസ്. ബൈ.